വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ വയോധികയെ കൊന്നു കുഴിച്ചുമൂടിയതായി സംശയം. സ്ഥലത്ത് പോലീസ് പരിശോധന നടത്തുകയാണ്. കടവന്ത്ര സ്വദേശിനി 73-കാരി സുഭദ്രയെ കഴിഞ്ഞ 4-ാം തീയതി മുതൽ കാണാതായിട്ടുണ്ട്. സംഭവത്തിൽ ഒരാൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ശരണ്യ സ്നേഹജനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശരണ്യ, സംഭവ സ്ഥലത്ത്, അതായത് സുഭദ്രയെ കൊന്നു കുഴിച്ചു മൂടി എന്ന് കരുതുന്ന സ്ഥലത്ത് പോലീസ് ഇപ്പോൾ മണ്ണ് മാറ്റിയുള്ള പരിശോധനയാണ് നടത്തുന്നത്. അഭിലാഷ്, ആലപ്പുഴ കലവൂരിലാണ് ഇപ്പോൾ പോലീസിന്റെ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ പഴമ്പാശ്ശേരി വിൽസൺ എന്ന ആളുടെ പുരയിടത്തിൽ ഇത്തരത്തിൽ ഒരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. മൃതദേഹം ഈ കുഴിക്കുള്ളിൽ തന്നെ ഉണ്ട്, അതായത് കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് തന്നെയാണ് പോലീസ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പുറത്തെടുക്കുമെന്നുള്ളതാണ്. കടവന്ത്ര സ്വദേശിനിയായ സുഭദ്രയാണ് കഴിഞ്ഞ 4-ാം തീയതി കാണാതായത്. അതിനുശേഷം പിന്നീട് ഇവരുടെ മകൻ 6-ാം തീയതിയോടുകൂടി കടവന്ത്ര പോലീസിൽ പരാതി നൽകുന്നു. ടവർ ലൊക്കേഷൻ അടിസ്ഥാനത്തിൽ 7-ാം തീയതി സുഭദ്ര, ഈ 73-കാരിയായ സുഭദ്ര കലവൂരിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഉള്ള വിവരം ലഭ്യമാകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ മണ്ണഞ്ചേരി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കസ്റ്റഡിയിൽ എടുത്തവരുടെ വിശദാംശങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. ഒരാൾ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ ഈ കോമ്പൗണ്ടിലെത്തി നടത്തിയ പരിശോധനയിൽ മൃതദേഹമുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 6-നാണ് മകൻ സുഭദ്രയെ കാണുന്നില്ല എന്ന് പറഞ്ഞ് പരാതി നൽകിയിട്ടുള്ളത്. 4-നാണ് ഇവരുടെ മിസ്സിംഗ്, കടവന്ത്രയിൽ നിന്നും ഇവർ മിസ്സായിട്ടുള്ള, ഇവരെ കാണാതായിട്ടുണ്ട് എന്നുള്ള വിവരം 6-ന് മകൻ കൈമാറുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ആളൊഴിഞ്ഞ വീടിന്റെ പുരയിടത്തിൽ ഈ മൃതദേഹമുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് തന്നെയാണ് പോലീസ് എത്തുന്നത്. ദുർഗന്ധമൊക്കെ വമിക്കുന്നുണ്ട്. എന്തായാലും ആ രീതിയിൽ ഇപ്പോൾ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരണ്യ, ഈ ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് മൃതദേഹം അല്ലെങ്കിൽ മൃതദേഹാവശിഷ്ടം അവിടെയുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് അനുമാനിക്കാം. ശരണ്യ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മൃതദേഹം അവിടെ ഉണ്ട് എന്നതിൻ്റെ സൂചനകൾ തന്നെ പുറത്തു വരുന്നു. നമുക്ക് ദൃശ്യങ്ങളടക്കം പ്രേക്ഷകരുമായി പങ്കുവെക്കുമ്പോൾ അതിന് പരിമിതികൾ ഉണ്ട് താനും. പക്ഷേ അതായത് സുഭദ്ര കൊല്ലപ്പെട്ടു എന്ന തരത്തിലേക്ക് ഇനിയിപ്പോൾ സ്വാഭാവികമായും ഒന്നുകിൽ ഈ മൃതദേഹം തിരിച്ചറിയേണ്ടതുണ്ട്, അല്ല എങ്കിൽ തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലാണെങ്കിൽ മറ്റ് ലക്ഷണങ്ങൾ നോക്കിയുമൊക്കെയാണ് ഇത് സുഭദ്രയുടേത് തന്നെയാണോ എന്നറിയാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ഇപ്പോൾ ഈ മണ്ണ് മാറ്റുന്നിടത്ത് മൃതദേഹം ഉണ്ട് എന്ന് തന്നെ ഏതാണ്ട് ഉറപ്പിക്കുകയാണല്ലേ? അതെ 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 അത് തന്നെയാണ് അഭിലാഷ്. മൃതദേഹം ഇവിടെ ഉണ്ട്. മറ്റു തുടർ പരിശോധനകളിലേക്ക് ഇപ്പോൾ പോലീസ് മാറും എന്നുള്ളതാണ്. എന്തായാലും മൃതദേഹം ഇവിടെ കണ്ടെടുത്തിട്ടുണ്ട്. പുറത്തേക്കെടുക്കും അല്പസമയത്തിനകം. അഭിലാഷ്.
ആലപ്പുഴ ഞെട്ടിക്കുന്ന കലവൂരിൽ നിന്ന് ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 73 വയസ്സുള്ള സുഭദ്ര എന്ന ആളിൻ്റെതാണോ മൃതദേഹം എന്നതിൽ ആണ് ഇനി വ്യക്തത കൈവരേണ്ടത്. വാർത്ത ആലപ്പുഴ കലവൂരിൽ നിന്ന് സ്ത്രീയുടെ മൃതദേഹം എന്ന് തന്നെ സംശയിക്കുന്ന മൃതദേഹമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അത് എറണാകുളം സ്വദേശിനിയായ സുഭദ്രയുടേതാണോ എന്നതിൽ ഇനി വ്യക്തത കൈവരേണ്ടതുണ്ട്. സുഭദ്രയെ കാണാതായി എന്ന് മകൻ പരാതിപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ആണ് ഇപ്പോൾ ആലപ്പുഴ കലവൂരിലേക്ക് അന്വേഷണ സംഘം എത്തുകയും അവിടെ മൃതദേഹം കുഴിച്ച് മൂടിയ നിലയിൽ കണ്ടെത്തുകയും പരിശോധനയിൽ ഇപ്പോൾ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. കടവന്ത്രയിൽ നിന്ന് കാണാതായ 73-കാരിയുടെ മൃതദേഹം ആണോ ഇത് എന്നതിലാണ് ഇനി വ്യക്തത കൈവരേണ്ടത്. അങ്ങനെയെങ്കിൽ ഈ കൊലപാതകം ആര് നടത്തി, എന്തിനായിരുന്നു എന്നതിൽ വ്യക്തത കൈവരണം. ആഭരണങ്ങളടക്കം മോഷണം പോയ നിലയിലാണ് എന്നുള്ളതാണ് വിവരം. പക്ഷെ അതിലൊക്കെ നമുക്ക് സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. ആരുടെ ഒപ്പമായിരുന്നു സുഭദ്ര ഉണ്ടായിരുന്നത്, ആരാണ് ഇതിന് പിന്നിൽ എന്നതിലൊക്കെ വ്യക്തത കൈവരണം. എന്തായാലും പോലീസ് നടത്തിയ പരിശോധനയിൽ മൃതദേഹാവശിഷ്ടം ഉണ്ട് എന്ന് കരുതിയ ഇടത്ത് പോലീസ് ഇപ്പോൾ മണ്ണ് കുഴിച്ചു മാറ്റി പരിശോധന നടത്തി. അതിൽ ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് വിവരം. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, ഈ കഴിഞ്ഞ 4-ന് കടവന്ത്രയിൽ നിന്ന് കാണാതായ സുഭദ്രയുടെ മൃതദേഹമാണ് ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും മറ്റ് പരിശോധനകൾക്ക് ശേഷം, അതായത് ജീർണിച്ച അവസ്ഥയിൽ ഇവിടെ ഇപ്പോൾ പോലീസ് എടുത്ത കുഴിയിൽ ചരിഞ്ഞു കിടക്കുന്ന സാഹചര്യത്തിലാണ് സ്ത്രീയുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇവരെ കഴിഞ്ഞ മാസം 4-ാം തീയതി ഇവരെ കാണാതാകുന്നു. സ്ഥിരമായി തീർത്ഥാടനം അടക്കമുള്ള കാര്യങ്ങൾക്ക് പോകാറുള്ള ആളാണ് സുഭദ്ര എന്ന് പറയുന്നു. 6-നാണ് മകൻ പരാതി നൽകിയിട്ടുള്ളത്. ഇപ്പോൾ കലവൂര് കോട്ടശ്ശേരി ക്ഷേത്രത്തിന് സമീപമായുള്ള ഒരു വീട്ടിൽ നിന്നാണ് മൃതദേഹം കണ്ടെടുത്തിട്ടുള്ളത്. അത് തന്നെ ഇവരുടെ മാത്യൂസ് എന്നും ഷർമിള എന്നും പറയുന്ന 2 പേരാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. അവർ ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് ഇവിടെ വരാറുള്ളത്. കാട്ടൂരാണ് ഇവർ സ്ഥിരമായി താമസിക്കുന്നത്, കാട്ടൂരാണ് എന്ന് പറയുന്നു. ദുരൂഹമായ സാഹചര്യമാണ് എന്നുള്ളതും നാട്ടുകാർ പറയുന്നുണ്ട്. അതായത് ഇവർ ഈ വീട്ടിലേക്ക് വന്നാലും ലൈറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും കാണാറില്ല എന്നൊക്കെയാണ് അയൽവാസികൾ പറയുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരാൾ കസ്റ്റഡിയിലുണ്ട് എന്ന് പറയുന്നെങ്കിലും പോലീസ് ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ മറ്റ് വിശദാംശങ്ങൾ, അതായത് ഈ സുഭദ്രയുടെ ശരീരത്തിൽ സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ മാത്യൂസും പോലീസ് ഒരാഴ്ചയായി ഈ വീട് കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഉണ്ടായിരുന്നു എന്നും ഈ പരിശോധന ആരംഭിച്ചതിന് ശേഷം പിന്നെ ഇവർ ഇവിടെ എത്തിയിട്ടില്ല, മാത്യൂസും ഷർമിളയും ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോ ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബുവിന്റെയും ഒപ്പം തന്നെ മണ്ണഞ്ചേരി CI രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ ഈ പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്നത്. ആലപ്പുഴ SP അടക്കമുള്ള ആളുകൾ അല്പസമയത്തിനകം തന്നെ സ്പോട്ടിലേക്ക് എത്തിച്ചേരും. എന്തായാലും മൃതദേഹം പുറത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അഭിലാഷ്, മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി മൃതദേഹം പുറത്തേക്ക് എത്തിക്കുക അല്ലെങ്കിൽ പുറത്തേക്ക് എടുക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഉദ്യമം. അതിനാണ് പോലീസ് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ശരണി, ഇപ്പോൾ ഒരാൾ കസ്റ്റഡിയിലുണ്ടോ എന്നതിലൊക്കെ പോലീസ് സ്ഥിരീകരിക്കുന്നില്ല എങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു അനുമാനത്തിൽ നമുക്ക് പോലീസ് അതിൻ്റെ ശരിയായ ദിശയിൽ അന്വേഷണം കൊണ്ടുപോയി അങ്ങനെ തന്നെയാണ് ഈ ആലപ്പുഴയിലേക്ക് എത്തിയത് എന്നുള്ളതാണല്ലോ. ഈ ഷർമിളയുടെയും ഒക്കെ പശ്ചാത്തലം ഇനിയും നമുക്ക് അറിയേണ്ടതുണ്ട്. മാത്യൂസ്, ഷർമിള എന്നിവരുടെ പുരയിടത്തിലാണ് എന്ന് പറയുമ്പോൾ തന്നെ അവർക്കതിൽ പങ്കുണ്ടോ, അല്ലെങ്കിൽ അവരുടെ പുരയിടം എന്തിനാണ് മറ്റൊരാൾ തെരഞ്ഞെടുത്തത്, ഇതൊക്കെ സംശയമായി ശേഷിക്കുകയാണ്. ശരിക്കും അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോലീസ് വിശദീകരിക്കേണ്ടതായുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇങ്ങനെ ഒരു കലവൂർ കോർട്ടശ്ശേരിയിൽ ഒരു മൃതദേഹം കുഴിച്ചു മൂടിയിട്ടുണ്ട്, ഒരു സ്ത്രീയെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നത്. തുടർന്നാണ് ഇവിടെ പോലീസ് എത്തി ഉച്ചയോടുകൂടിയാണ് പരിശോധന ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും ഇത് കടവന്ത്ര സ്വദേശിനി സുഭദ്രയുടേതാണ് മൃതദേഹം എന്നുള്ളത് പോലീസ് നിഗമനത്തിലേക്ക്. ആദ്യം മാത്യു എന്ന് പറഞ്ഞ വ്യക്തി കസ്റ്റഡിയിലുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇപ്പോൾ കസ്റ്റഡി ഒന്നും സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ ഈ മാത്യുവും ഒപ്പം തന്നെ ഷർമിള, ഇവർ 2 പേരും താമസിക്കുന്ന വീട്, ഇവർ സ്ഥിരമായി താമസിക്കുന്ന വീടല്ല, ഇവർ ഇടയ്ക്കിടയ്ക്ക് വരുന്ന വീടാണ്.
അവിടെയാണ് ഇത്തരത്തിൽ മൃതദേഹം ഇപ്പോൾ കണ്ടെടുത്തിട്ടുള്ളത്. അത് പുറത്തേക്ക് എടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ്. ഈ സുഭദ്ര സ്ഥിരമായി, അതായത് പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളുമൊക്കെയായി സ്ഥിരമായി സഞ്ചരിക്കുന്ന ആളാണ്. ക്ഷേത്രങ്ങൾ സന്ദർശനത്തിനൊക്കെ പോകുന്ന ആളാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് 6-ന് ഇവരെ കാണാതെ, 4-ന് കാണാതെങ്കിലും 6-നാണ് മകൻ പരാതി നൽകുന്നത്. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും വലിയ ദുർഗന്ധമാണ് സ്ഥലത്ത്. മൃതദേഹത്തിന് പഴക്കമുണ്ടെന്നാണ് കണക്കുകൂട്ടൽ. യെസ്, അതാണ് ശരണ്യ സൂചിപ്പിക്കുന്നത് പോലെ, അതായത് സുഭദ്ര ഇത്തരത്തിൽ യാത്ര ചെയ്യുന്ന ആളാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ക്ഷേത്ര ദർശനത്തിനുമൊക്കെയായി പോകുന്ന ആൾ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കണ്ടെത്താതെ, അതായത് സുഭദ്രയെ കാണാനില്ല എന്ന പരാതിയും അല്പം വൈകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. 4-ാം തീയതി മുതൽ കാണാതായെങ്കിലും 6-ാം തീയതിയോടുകൂടിയാണ് പോലീസിന് പരാതി ലഭിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുഭദ്രയുടെ പശ്ചാത്തലം എന്ത് എന്നതിലും ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട്. ഇതിപ്പോൾ സുഭദ്രയുടേതാണ് ഈ മൃതദേഹം എങ്കിൽ എങ്ങനെയാണ് സുഭദ്രയെ ആരൊക്കെയാണ് ഇത് കാണാതായതിനു ശേഷം ബന്ധപ്പെട്ടത്, എങ്ങനെയാണ് ഇവിടെ ഈ മൃതദേഹം എത്തിയത് എന്നതിലൊക്കെയാണ് ഇനിയും ഉത്തരം കിട്ടേണ്ടത്. അത് ഒരുപക്ഷെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായി അത്തരം വിവരങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകണം. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം തീർച്ചയായും ഇത്തരത്തിൽ പോലീസ് ഒരു അന്വേഷണം നടത്തിയത്. ദൂരപ്രദേശങ്ങളിൽ അടക്കമുള്ള ക്ഷേത്രങ്ങൾ സുഭദ്ര സന്ദർശിക്കാറുണ്ട് എന്നാണ് കുടുംബത്തിൽ നിന്നും ലഭിക്കുന്ന പ്രതികരണങ്ങൾ. അങ്ങനെ 4-ാം തീയതി രാത്രി 8:30-ക്ക് ശേഷം സുഭദ്രയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കാതെയായി എന്നുള്ളതാണ്. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ആണ് ഇപ്പോൾ ഈ ആലപ്പുഴയിൽ നിന്ന്, ആലപ്പുഴ കലവൂർ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു മൃതദേഹാവശിഷ്ടം കണ്ടെത്തുന്നത്. ഇത് സുഭദ്രയുടേതാണോ എന്നതാണ് കൃത്യമായി മനസ്സിലാക്കേണ്ടത്. 3 ആഴ്ചയോളം പഴക്കമുണ്ടാകാം ഈ മൃതദേഹത്തിന് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ സുഭദ്രയെ അന്നു മുതൽ, അതായത് ഈ പരാതി ഉന്നയിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പാണോ കാണാതായത് എന്നതിലൊക്കെ വ്യക്തത കൈവരേണ്ടതുണ്ട്. എന്തായാലും പ്രാഥമികമായി അങ്ങനെയെങ്കിൽ സുഭദ്രയുടെ മൃതദേഹം എന്നത് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് എന്ന തരത്തിലുള്ള സൂചനകൾ ആണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ മൃതദേഹം ഈ ഭാഗത്തേക്ക് എത്തിയത് എന്നതിലൊക്കെ ഇനിയും വ്യക്തത കൈവരികയും ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഈ മാരാരിക്കുളം കോർത്തുശ്ശേരി ക്ഷേത്രത്തിന് സമീപത്തുള്ള വീടിനോട് ചേർന്ന നിലയിലാണ് ഈ മൃതദേഹം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എറണാകുളം കണയന്നൂർ പ്രദേശവാസിയാണ് സുഭദ്ര. ഇങ്ങനെ സുഭദ്ര കൊല്ലപ്പെട്ടതാണോ എന്നതിൽ അടക്കമൊക്കെ ഇനിയും കൂടുതൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. വീടിന് സമീപത്ത് ഉൾപ്പെടെയുള്ള പ്രദേശവാസികളിൽ നിന്നടക്കമുള്ള വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ അതിൽ വ്യക്തത കൈവരികയുള്ളൂ. കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ ആയിരുന്നു ഈ സുഭദ്രയെ കാണാനില്ല എന്നതുമായി ബന്ധപ്പെട്ട പരാതി എത്തുന്നത്. പിന്നീട് അത് ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കാട്ടൂർ എന്ന പറയുന്ന പ്രദേശത്ത് ഇത്തരത്തിൽ സുഭദ്രയെ കുഴിച്ചിട്ട നിലയിൽ ഉണ്ട് എന്ന സൂചനകളിലേക്ക് എത്തുന്നു. പോലീസ് എങ്ങനെയാണ് ഇവിടേക്ക് എത്തിയത് എന്നതിലൊക്കെ ഇപ്പോഴും അവ്യക്തതയുണ്ട്. ഇവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്നവർ ആണ് ഇത്തരത്തിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നവരുടെ കോമ്പൗണ്ടിലാണ് ഇപ്പോൾ ഈ മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയത് എന്ന തരത്തിലുമൊക്കെയുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. ശരണി, ഇക്കാര്യങ്ങളെല്ലാം ഇനിയും കൂട്ടിച്ചേർക്കപ്പെടേണ്ട ഒന്നാണ്. ഇതെന്താണ് എന്നതിലൊക്കെ വ്യക്തത കൈവരേണ്ടതുണ്ട്. ആ കൂടുതൽ വിശദാംശങ്ങളിലേക്ക്